എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷെൻസിയാണ്. ഷെൻസി ക്യാപിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ അങ്ങനെ പല്ലക്കില് ഒരു സ്ഥലം വരെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഇനി മുന്നോട്ട് ബോട്ടിൽ യാത്ര ചെയ്യാനായി സാധിക്കും. തുടർന്ന് അതിനായി വെയിറ്റ് ചെയ്യുന്ന ടീം അവിടെ കാലിന് പരിക്കേറ്റ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയെ ഷെൻസി കാണുകയും അവൾ അതിനെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ അതിനെ പൊതിഞ്ഞ് വളരെ ക്യൂട്ടായി പരിചരിക്കുന്ന ആ കാഴ്ചയൊക്കെ തന്നെ മാറി നിന്ന് യോങ് ടിയാന്റെ കൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾ ഈ പൂച്ചക്കുട്ടിയെ കൊഞ്ചിക്കുന്നതും ഒക്കെ കണ്ട് അവൾ വളരെ ക്യൂട്ടാണെന്നെല്ലാം യോങ് ഇങ്ങനെ പറയുന്നത് കേട്ടു നിൽക്കുന്ന ടിയാൻ കളിയാക്കുന്നുണ്ട്. പുള്ളിക്കാരി ആള് വളരെ തന്ത്രശാലിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോഴാ ഇവിടെ ഒരാൾക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നതെന്നും പറഞ്ഞാണ് അവൻ കളിയാക്കുന്നത്. എന്തായാലും ആ പൂച്ചക്കുട്ടിയെ അങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറായിരുന്നില്ല ഷെൻസി. അതിനൊരു പേരിടുന്നുണ്ട്, ഡു എന്ന്. അവളെ പോലെ തന്നെ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനായി തുടങ്ങുന്ന ഒരു ജീവനായി അവൾ അതിനെ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ കുറച്ചു ദിവസം ഈ ഒരു ബോട്ട് യാത്രയുണ്ട് കേട്ടോ ക്യാപിറ്റലിൽ എത്താനായി. അങ്ങനെ ആ യാത്രക്കിടയിൽ യോങ് ആകട്ടെ മുഖമൊക്കെ മറച്ച് ജുഡീഷ്യൽ റിവ്യൂവിന്റെ വൈസ് മിനിസ്റ്റർ എന്ന രീതിയിൽ ഷെൻസിയോട് സംസാരിക്കാനായി നോക്കുന്നുണ്ട്. ഷെൻസിയെ കൊല്ലാൻ നോക്കിയ ആ ഒരു തോഴി ഉണ്ടല്ലോ, അന്ന് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ ആ തോഴിയെ പറ്റി ഇപ്പോഴും അന്വേഷണം നടക്കാണ്. ആ തോഴിയെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണെന്ന് പറഞ്ഞാണ് യോങ് സംസാരിക്കുന്നതെങ്കിലും യോങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു പ്രത്യേക വാസന ഇയാൾ മറ്റേ ആ ഒരു ആളല്ലേ എന്ന ഒരു കാര്യം ഷെൻസിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നു. അവളാകട്ടെ അതുകൊണ്ട് തന്നെ സംസാരിക്കാനായി തയ്യാറാവുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ടീം യോങ് ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. ഷെൻസിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയാനായി അവൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഷെൻസി, അല്ല ആ തോഴിയെ പറ്റി ചോദിച്ചറിയാനായി വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി എന്തിനാ ചോദിച്ചറിയുന്നതെന്ന ചോദ്യത്തിന്, അല്ല ആ മിസ്സായ ആള് നിങ്ങളുടെ തോഴിയല്ലേ, അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവർക്ക് അറിയാമായിരിക്കുമല്ലോ, അപ്പോ അവരെ കണ്ടെത്തുമ്പോൾ കാര്യങ്ങളൊന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല എന്തിനാ മുഖം മറച്ച് സംസാരിക്കുന്നത്, നേർക്ക് നേരെ ഇരുന്ന് സംസാരിച്ചൂടെ എന്ന് വീണ്ടും ഷെൻസി ചോദിക്കുമ്പോൾ യോങ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി നോക്കുന്നുണ്ട്. ഈ ടീം എനിക്ക് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ലെന്ന് ഷെൻസി സ്വരം കടുപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടാതെ അവൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേക സാമ്പ്രാണി കത്തിക്കുകയും പതിയെ മയക്കം വരുന്ന കണക്ക് യോങ്ങിന് തോന്നുകയും ചെയ്യുന്നുണ്ട്. യോങ്ങിന്റെ മുഖം ഒന്ന് കാണാനായി ശ്രമിക്കുന്ന ഷെൻസിയെ തടയുന്ന യോങ് പാതി മയക്കം അവന് ഫീൽ ആവുന്നുണ്ടെങ്കിലും ഒരുവിധം എന്തിനാണ് എപ്പോഴും എന്നെ കാണാനായി വരുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന ഷെൻസിയുടെ ചോദ്യത്തിന് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ട് കാണാനായി വരുന്നതെന്ന് പറഞ്ഞ് അവൾ അവന്റെ മുഖം കാണും മുന്നേ അവിടെ നിന്ന് അവൻ എസ്കേപ്പ് ആയി പോകുന്നു. അങ്ങനെ ആ മയങ്ങാനുള്ള പുക ശ്വസിച്ചത് കൊണ്ട് തന്നെ ഭയങ്കരമായി തളർച്ചയിലാണ് ടിയാന്റെ അടുത്തേക്ക് യോങ് എത്തുന്നത്. ഇത് കണ്ട് ടിയാൻ ആകെപ്പാടെ പേടിക്കുമ്പോ ഒന്നുമില്ല, അവൾക്ക് ഞാൻ ആരാ എന്താണെന്ന് അറിയില്ലല്ലോ, ഉപദ്രവിക്കാൻ ചെന്ന ഒരാളാണെന്ന് കരുതിയിട്ടാകാം സെൽഫ് ഡിഫൻസിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞവൻ അപ്പോഴും അവളെ പറ്റി ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ പ്രേമത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലേ, ഒരാളെ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതിലൊക്കെ ഒരു ക്യൂട്ട്നെസ് കണ്ടെത്തുമെന്ന് ടിയാൻ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ എന്തായാലും യാത്ര ചെയ്ത് ക്യാപിറ്റലിന്റെ അവിടേക്ക് ഷെൻസിയും ആളുകളും എത്തുന്നുണ്ട്. ഷെൻസി അതായത് അകത്തുള്ള സോൾ ക്വിൻസിയുടേതാണല്ലോ. മുന്നേ തന്നെ ഈ ഒരു ക്യാപിറ്റലിൽ താമസിച്ചിരുന്ന ഒരു പ്രിൻസസ് ആയിരുന്നല്ലോ അവര്. അതുകൊണ്ട് തന്നെ വലിയ അമ്പരപ്പും കാര്യങ്ങളും ഇവിടെയുള്ള വലിയ കടകളും കെട്ടിടങ്ങളും ഒന്നും കാണുമ്പോൾ ഇല്ല. പക്ഷെ കൂടെ വന്ന തോഴിമാർ ആദ്യമായിട്ടാണ് ക്യാപിറ്റലിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയം ഇവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു കുതിര പാഞ്ഞു വരുന്നുണ്ട്. ക്വിൻസി അത് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ കുതിരയെ ക്വിൻസിയുടെ ഗാർഡ് തടയുമ്പോൾ ആ ഒരു കുതിരപ്പുറത്തുണ്ടായിരുന്ന പയ്യൻ താഴെ വീഴുന്നു. അവനാട്ടെ നിങ്ങൾ ചുമന്തിര പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാൻ ആരാണെന്നറിയോ, ഞാൻ ഏത് കുടുംബത്തിലാണെന്ന് അറിയാവുന്നൊക്കെ പറഞ്ഞ് അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ആ പയ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനും സുഹൃത്തും ആ പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് നേരെ വഴക്കുണ്ടാക്കുമ്പോൾ താൻ ആരാണ് എന്താണെന്ന് അറിയാതെയാണ് ഇവർ അകാരണമായി തന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത് എന്ന് മനസ്സിലാക്കാത്ത ക്വിൻസി അവനെ അടിക്കുന്നുണ്ട്. കൂടാതെ മനഃപൂർവ്വം ഈ കുതിരയെ വിരട്ടി തന്നെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചതാണ് എന്ന് അവൾ അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം കുതിര വിരളാനായി അവർ എന്തോ ഒരു മണം അതിനെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വിൻസി അവിടെ പ്രൂവ് ചെയ്യുമ്പോഴേക്കും ആ പയ്യന് കൂടെയുള്ള തന്റെ ചേട്ടനാണ് കുതിര അങ്ങനെ വിരട്ടാനായി അത് ചെയ്തത്. തന്റെ കുതിര വിരണ്ടിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പേരിൽ തനിക്ക് ശിക്ഷ കിട്ടുമെന്നും ആ സമയം താനാണ് ഏറ്റവും മികച്ച മകൻ എന്ന് പറയുന്ന അച്ഛന്റെ മുന്നിൽ ചേട്ടന് ആളാവാനായിട്ടുള്ള ഒരു അവസരവുമായിട്ടാണ് ചേട്ടൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നവൻ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. പക്ഷെ ഈ സമയം ചേട്ടൻ അപ്പോഴും ആരാണ് ഈ ഷെൻസി എന്ന് മനസ്സിലാവാതെ അവളെ ഉപദ്രവിക്കാനായി ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് യോങ് എത്തുകയും അവൻ അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. യോങ് ക്രൗൺ പ്രിൻസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റലില് അതിന്റെ ബഹുമാനം അവരെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഈ സമയം ക്വിൻസി ആദ്യമായി യോങ്ങിന്റെ മുഖം കാണുന്നു. ഇതിനു മുന്നേ പലതവണ യോങ്ങിനെ അവൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോ ഈ മുഖം വ്യക്തമായി കാണുന്ന സമയത്ത് താൻ ഇതുവരെ കേട്ടറിഞ്ഞ ക്രൗൺ പ്രിൻസ് ആണ് ഇയാൾ എന്ന് മാത്രമേ അവൾക്ക് അറിയൂ. ഇതിനു മുന്നേ തന്റെ മുന്നിൽ വന്ന ആള് ഇതേ ആള് തന്നെയാണ് എന്ന് അവൾക്ക് അപ്പോൾ തിരിച്ചറിയാനേ സാധിക്കുന്നില്ല. പക്ഷേ ആ സമയം അവൾക്ക് മുന്നേ ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു വാസനയായിരുന്നില്ല യോങ്ങിൽ നിന്ന് അത്തവണ അടിക്കുന്നത് എന്നാണ് അതിനുള്ള കാരണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ യോങ് അവന്റെ ബോഡി വളരെ വീക്ക് ആവുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായി മെഡിസിൻസ് ആ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരുന്നിന്റെ വാസനയാണ് അവൾക്ക് അടിക്കുന്നത്. അതിലൂടെ അവൾക്ക് ആളുകൾ പറഞ്ഞു കേട്ട കണക്ക് തന്നെ ഈ ക്രൗൺ പ്രിൻസ് ആള് വളരെ വീക്കാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവിടെ ഇവർ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാക്കാനായി വന്നത് മനഃപൂർവ്വമാണെന്ന് പ്രൂവ് ചെയ്യാനായി ഷെൻസിക്ക് സാധിക്കുകയും അതിന് പിന്നിൽ ആരാണെന്ന് അവൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ആൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിന് മുന്നേ ഇവരെ ശിക്ഷിക്കാനായും അവൾക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും
ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോ അതിൽ ക്രൗൺ പ്രിൻസ് ആയ യോങ് ഇടപെട്ട് തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം നടപ്പാക്കിയതിൽ ഷെൻസി യോങ്ങിനോട് നന്ദി പറയുകയും വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പാലസിന് അങ്ങോട്ടേക്ക് പുറപ്പെടാനായി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ അവളാകട്ടെ നേരെ പോകുന്നത് ഇവിടെയുള്ള അവളുടെ രണ്ടാനമ്മയെ കാണാനായിട്ടാണ്. കാരണം അവരാണ് മുന്നേ താൻ ക്യാപിറ്റലിലേക്ക് എത്തി എന്ന കാര്യം അറിഞ്ഞ് തന്നെ ആക്രമിക്കാനായി അയാളെ പറഞ്ഞു വിട്ടതും അയാൾ ആ ഒരു അവസരം മുതലാക്കി തന്നെ ആക്രമിക്കുക എന്ന നിർദ്ദേശം നടപ്പിലാക്കാനും അതുവഴി അയാളുടെ സഹോദരനിട്ട് ഒരു പണി കൊടുക്കാനുമായി അത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കി ഷെൻസി ഇവിടെ ബഹളം വെക്കുന്നുണ്ട്. ഈ സമയം ഞാൻ നിന്റെ രണ്ടാനമ്മയല്ലേ, എന്നോട് ആ മര്യാദ കാണിച്ചൂടെ എന്നൊക്കെ അവർ പറയുമ്പോൾ നിങ്ങൾ എന്റെ രണ്ടാനമ്മയായി ഞാൻ സത്യത്തിൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. എന്റെ അമ്മയുടെ മരണശേഷം എന്റെ അച്ഛൻ വേറൊരു വിവാഹത്തിനും റെഡിയായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ചതിയിൽപ്പെടുത്തി എന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെയാണ് എന്റെ അച്ഛൻ ഇപ്പൊ വീട്ടിൽ വരാതെ ജോലി സംബന്ധമായി അങ്ങ് അതിർത്തിയിൽ കഴിയുന്നത്. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയതിന് തീർച്ചയായും നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം. ആ തെറ്റ് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ച ആൾക്കാർ നിങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി ഉത്തരവിടുമ്പോഴേക്കും അത് നടപ്പാവുന്നുണ്ട്. ഇതേ ടീം തന്നെ അന്ന് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് തന്റെ തോഴി കൊലപ്പെടുത്തിയതും ഇവരുടെ നിർദ്ദേശപ്രകാരം അല്ലേ എന്ന ഒരു സംശയത്തില് ഷെൻസി അതിനെപ്പറ്റി തിരക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരത് നിഷേധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരെ പിടിച്ചോണ്ട് പോയ ശേഷം അമ്മയെ കൊണ്ടുപോയതിന്റെ പേരിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തന്റെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കാണുമ്പോൾ നിനക്ക് ഈ നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ഷെൻസിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിനക്കിവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നിന്റെ അമ്മയുടെ മകളായി ജീവിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോവാം. എന്റെ സഹോദരിയായി ജീവിക്കാനാണെങ്കിൽ നിനക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാമെന്ന് ഷെൻസി പറയുന്നുണ്ട്. ഷെൻസി ആകെപ്പാടെ മാറിയിരിക്കുന്നെന്ന് ഈ സിസ്റ്ററിനും മുന്നേ അവൾ സംസാരിച്ചപ്പോ തനിക്ക് നേരെ നിന്ന് താൻ ചെയ്ത തെറ്റുകൾ ചൂണ്ടി പറയുകയും തനിക്ക് ശിക്ഷ വാങ്ങിത്തരാനായി അവിടെ സംസാരിക്കുകയും ചെയ്തപ്പോഴും ഷെൻസിയുടെ ഈ മാറ്റം അവളുടെ സ്റ്റെപ്പ് മദറും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നാള് പാവമായിരുന്ന ഷെൻസി എങ്ങനെ ഇത്രയും പ്രതികരണശേഷിയുള്ള ഒരാളായി മാറിയെന്ന് അവർക്ക് മനസ്സിലാവുന്നേയില്ല. ഷെൻസി എങ്ങനെ രണ്ടാനമ്മ ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ കൊടുക്കുന്നതും അവിടെയുള്ളവരൊക്കെ അറിയുന്നുണ്ട്. ഇതറിയുന്ന യോങ്ങും ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. പക്ഷെ ടിയാൻ കണ്ടില്ലേ, ആള് ഭയങ്കര സാധനം തന്നെ, വന്ന പാടെ എന്തൊക്കെ പുകില ഉണ്ടാക്കുന്നത്. ഇവരുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് ആ ഒരു ഇമ്മോർട്ടൽ വെയിൻ കൈക്കലാക്കി രക്ഷപ്പെടാൻ നോക്കണം. ആ ലെഡ്ജറും എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അല്ലാതെ ഇവരെ ചുറ്റിപ്പറ്റി നടന്ന ആ പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണെന്നെല്ലാം പറഞ്ഞ് യോങ്ങിനെ പിന്തിരിപ്പിക്കാനായി നോക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ പറയുന്നത്? അവൾ ചെയ്തതിൽ എന്ത് തെറ്റുള്ളത്? വന്ന പാടെ കിട്ടിയ പണികൾക്ക് പലിശടക്കം തിരിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? ഉള്ളിലുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡായി അത് സ്നേഹമായാലും പ്രതികാരമായാലും ചെയ്തു തീർക്കുന്നത് ഒരു തെറ്റാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ ഇവളുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആണെങ്കിൽ അവളെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് തിരിച്ചവരെ കൊല്ലാൻ നോക്കിയാണ്. പക്ഷെ അവൾ അങ്ങനെയല്ല ചെയ്തത്. നേർക്ക് നേരെ നിന്ന് പൊരുതുകയായിരുന്നു. അവർ അവളെ കൊല്ലാൻ നോക്കിയെങ്കിൽ അതിന് നിയമപരമായി തക്കതായ ശിക്ഷയാണ് അവൾ തിരിച്ചു കൊടുത്തത്. എനിക്ക് അവളുടെ ഈ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്വഭാവം വളരെയേറെ ഇഷ്ടമായി. ഒരിക്കലും അവളെക്കാൾ നല്ലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ഇനി വരാനേ ഇല്ലെന്ന് തന്നെ യോങ് അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അന്നാകട്ടെ യോങ് ക്യാപിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞ് യോങ്ങിന്റെ അച്ഛനായ രാജാവ് യോങ്ങിനെ കാണാനായി പുറപ്പെടുന്നു. യോങ്ങിനെ കൊട്ടാരത്തിലേക്ക് വിളിക്കാതെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ എന്ന ഒരു അച്ഛന്റെ കരുതലില് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് കാണാണ്. യോങ് അച്ഛൻ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. തുടർന്ന് അച്ഛനോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം അവനോടുള്ള കെയർ കൊണ്ട് നിനക്ക് തണുക്കില്ലേടാന്നൊക്കെ പറഞ്ഞ് യോങ് ആ തണുപ്പത്തും കോട്ടൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ട് തന്റെ കോട്ടൊക്കെ ഇട്ട് പൊതച്ചു കൊടുക്കാനൊക്കെ നോക്കുന്നു. കൂടാതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹെൽത്ത് ഒക്കെ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാത്സല്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഈ സമയം യോങ് ആകട്ടെ പക്ഷെ അവന്റെ കൺസേൺസ് അച്ഛനെ അറിയിക്കുന്നുണ്ട്. അതായത് അച്ഛന്റെ ബാക്കി സമർത്ഥരായ മക്കളില് അവനല്ലേ ഒരു വേസ്റ്റ് ആയ പുത്രൻ എന്ന രീതിയിൽ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലെന്നും തന്റെ ഏറ്റവും സമർത്ഥനായ മകൻ യോങ് ആണെന്നും താൻ ഒരിക്കലും ഈ രാജഭരണം യോങ്ങിനെ ഏൽപ്പിക്കാനായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും പറയുന്ന അദ്ദേഹം സേഫ് ആയിട്ടിരിക്കെ, ആരോഗ്യം ശ്രദ്ധിക്ക്, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. എന്തായാലും അച്ഛൻ തന്നെ രാജാവാക്കാനായി നോക്കുന്നുണ്ട്. അതാണ് അച്ഛന്റെ ആഗ്രഹമെന്ന് യോങ്ങിന് വ്യക്തമായിരിക്കുന്നു. തന്നെ പണ്ട് വിഷം തന്ന് കൊല്ലാൻ നോക്കിയ ആള് തീർച്ചയായും താൻ ഒരിക്കലും രാജാവിന്റെ പദവിയിലേക്ക് വരരുത് എന്ന ഉദ്ദേശത്തിൽ അത് ചെയ്തതായിരിക്കുമല്ലോ. വളർന്നു വലുതായി തനിക്കങ്ങനെ ആ ഒരു സൗഭാഗ്യം കിട്ടരുതെന്ന് ചിന്തിച്ചയാൾ ഇപ്പോഴും തന്നെ രാജാവാക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന തന്റെ അച്ഛനെ തീർച്ചയായും അപായപ്പെടുത്താനായി സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരാണെന്ന് എന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തി സത്യം പുറത്ത് കൊണ്ടുവന്ന് തന്റെ അച്ഛനെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഒരു ദൃഢനിശ്ചയം യോങ്ങിന്റെ ഉള്ളിലുണ്ട്. അവൻ അതിനായി പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം ആകുമ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് ഷെൻസി എത്തുന്നുണ്ട്. അവൾ അവിടെ രാജാവിനെയും രാജ്ഞിയെയും ഒക്കെ കണ്ടു വണങ്ങുന്നു. ഒപ്പം തന്നെ അവിടെ യോങ് ഉൾപ്പെടെ മറ്റ് രാജകുമാരന്മാരും ഉണ്ടായിരുന്നു. ഈ സമയം ഷെൻസിയുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യം രാജാവ് പറയുമ്പോഴേക്കും തന്റെ വരനെ തെരഞ്ഞെടുക്കാനായി തന്നെ അനുവദിക്കണമെന്ന് ഷെൻസി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അനുവദിക്കാം. പക്ഷെ നീ തെരഞ്ഞെടുക്കുന്ന രാജകുമാരന് നിന്നോട് താല്പര്യമില്ലെങ്കിൽ എന്തായിരിക്കും നിന്റെ തീരുമാനമെന്ന രാജാവിന്റെ ചോദ്യത്തിന് ആ തീരുമാനത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ എന്നെ വിവാഹം കഴിക്കാനായി നിർബന്ധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഷെൻസി അവിടെ ഉള്ളപ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ അത് കാണുന്ന ഷിന്നിനെ സംബന്ധിച്ച് തന്റെ മരണപ്പെട്ട ഭാര്യയുടെ ഒരു പ്രസൻസ് ഫീൽ ആവുന്ന കണക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി ഷെൻസിയുടെ ശരീരത്തിൽ ഈ ഷിന്നിന്റെ വൈഫായിരുന്ന ക്വിങ്ഷിയുടെ സോൾ ആണുള്ളത്. അതിനെ പറ്റി ഒന്നും തന്നെ ഷെന്നിന് അറിയില്ലെങ്കിലും ഷെൻസി സംസാരിക്കുന്നത് കാണുമ്പോഴും അവളെ കേൾക്കുമ്പോഴും ഒക്കെ തന്നെ എവിടെയൊക്കെയോ ക്വിങ്സിയെ വല്ലാണ്ട് നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കണക്ക് തന്നെ ഷിൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ
എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. ബൈ.